SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു. 4.09 ലക്ഷം കുട്ടികൾ പാസ്സായി. പാസ്സായ മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധമായ ആശംസകളും ശോഭനമായ ഭാവിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ ഈ സമയത്ത് ഈ പരീക്ഷാഫലങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരും. നമ്മുടെ പരീക്ഷകൾ യഥാർത്ഥത്തിൽ എന്തിനെയാണ് പരീക്ഷിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അവന് പഠിച്ചു വരുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടി പഠിച്ച് പരീക്ഷ എഴുതുന്ന അതിൽ വരുന്ന ഫലം മാത്രം. പക്ഷെ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ അതിലെവിടെയെങ്കിലും പരിഗണിക്കപ്പെടുന്നുണ്ടോ? നമുക്കറിയാം, സ്കൂളിൽ വെച്ചൊരു കുട്ടിയുടെ ഒരു സാമൂഹ്യ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ തുടക്കം അവിടെയാണ്. അവൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അവൻ്റെ അധ്വാനശീലം, അവൻ്റെ സാമൂഹ്യ ബോധം, അവന് പരിസ്ഥിതിയോടുള്ള സ്നേഹം, അവൻ്റെ സ്നേഹബഹുമാനങ്ങൾ, സഹജീവികളോടുള്ള അവൻ്റെ ഒരു സഹവർത്തിത്വം എന്നിങ്ങനെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് രൂപം കൊടുക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്ന് അസസ് ചെയ്യാൻ അതിനൊരു സംവിധാനവും നമ്മുടെ പരീക്ഷാ സംവിധാനത്തിൽ വേണ്ടതല്ലേ? ഇപ്പോൾ നമ്മൾ നേരത്തെ ഓൾ പ്രൊമോഷൻ കൊടുത്തിരുന്നു. ആ ഓൾ പ്രൊമോഷൻ മാറ്റി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ പിടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അന്നേരവും എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ 10 വിഷയങ്ങളും പാസ്സായിരിക്കണം ഒരു കുട്ടി എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഇതിൽ എത്ര വിഷയങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുന്നത്? ഇപ്പോൾ മാത്തമാറ്റിക്സിന് പാസ്സാവാത്തൊരു കുട്ടി ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹനല്ല എന്നർത്ഥമുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷോ മലയാളമോ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവൻ മോശക്കാരനാണെന്നൊരു ചിന്തയുണ്ടോ? എൻ്റെ അനുഭവത്തിലൊരു സംഭവം, 1ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ ഒരിക്കൽ പോലും മാത്തമാറ്റിക്സിന് വിജയിക്കാത്ത ഒരു കുട്ടി 10ാം ക്ലാസ് പരീക്ഷ എഴുതി കറക്റ്റ് 35 മാർക്ക് വാങ്ങി ജയിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് +2 പോയി കഴിഞ്ഞപ്പോൾ, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചെന്നപ്പോൾ അവിടുത്തെ മെറിറ്റ് ലിസ്റ്റിലെ 1ാമത്തെയോ 2ാമത്തെയോ ആളാവാൻ ആ കുട്ടിക്ക് കഴിയുന്നു. അത് കഴിഞ്ഞ് LLB അതിൻ്റെ എൻട്രൻസ് വന്നപ്പോൾ 3ാമത്തെ ആളായി. LLBയിലെ ഈ സ്റ്റേറ്റിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നടത്തിയ എൻട്രൻസ് എക്സാമിനേഷനിൽ 3ാമത്തെ ആളായി അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ ഈ 35 മാർക്ക് മാത്രം കിട്ടുകയും അല്ലെങ്കിൽ അതുവരെ തോൽക്കുകയും ചെയ്ത, മാത്തമാറ്റിക്സിന് തോൽക്കുകയും ചെയ്ത ഒരു കുട്ടി എന്തെങ്കിലും കാരണവശാൽ 34 മാർക്കായി അന്ന് 10ാം ക്ലാസ്സിൽ തോറ്റിരുന്നെങ്കിൽ, ഈ കുട്ടിയെ പരീക്ഷ എഴുതാൻ തന്നെ അനുവദിക്കാതിരുന്നെങ്കിൽ, ചില സ്കൂളുകൾ അങ്ങനെയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും പാസ്സാവുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവണ്ടേ? അതൊക്കെ ഇനിയും ഒരിക്കൽ കൂടി അതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ ആലോചിക്കട്ടെ. അതേപോലെ തന്നെ ഒരു വ്യക്തിത്വം എങ്ങനെ വളർന്നു വരണം? ശരിക്കും വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്, നമ്മുടെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് ടീച്ചേഴ്സിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ വേതനം നോക്കുമ്പോൾ മുകളിലേക്ക് പോകും തോറും, ഇപ്പോൾ സ്കൂളിലുള്ളതിനേക്കാൾ +2 ടീച്ചേഴ്സിന്, അതിനേക്കാൾ കൂടുതൽ കോളേജ് ടീച്ചേഴ്സിന് അങ്ങനെ ശമ്പളം കൊടുക്കുന്നത് കാണാം. അതിൻ്റെ സ്കെയിലുമൊക്കെയാണ്. ഞാൻ അവരുടെ ഒന്ന് കഴിവിനെയോ അവരുടെ ഒരു പഠിത്തത്തെയോ അതിനു മുമ്പ് നടത്തുന്ന റിസർച്ചിനെയോ ഒന്നും കുറച്ച് കാണാൻ ആഗ്രഹിക്കുകയല്ല. പക്ഷേ ചെറിയ ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ചും പ്രീ സ്കൂൾ സ്റ്റേജിൽ അവിടുത്തെ ടീച്ചർമാരെടുക്കുന്നൊരു അധ്വാനമുണ്ട്. അവർ തന്നെത്താനെ എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം പാകമായ ഒരു കുട്ടി വന്നു കഴിയുമ്പോൾ ആ കുട്ടിയുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കാൻ പാട്ടുപാടുന്നവർക്ക്, ഡാൻസ് ചെയ്യുന്നവർ, പ്രസംഗിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള കുട്ടിയുടെ കഴിവുകളെ കണ്ടെത്താനും അവയെ വികസിപ്പിക്കാനും നടത്തുന്ന ഒരു വലിയ യജ്ഞമുണ്ട്. ഒരു റിസർച്ച് പേപ്പർ തയ്യാറാക്കുന്നതിനേക്കാൾ കഷ്ടപ്പാട് ഒരു നഴ്സറി സ്കൂളിലെ ടീച്ചർ ആ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്ന എടുക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടുന്നൊരു പ്രാധാന്യം ആ ടീച്ചേഴ്സിനെ വേണ്ടുന്ന രീതിയിൽ മാനിക്കാൻ, അവരുടെ സേവന വേതന വ്യവസ്ഥിതികൾ ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ, അതിനൊക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? അടുത്ത തലമുറയാണ് നമ്മുടെ പ്രതീക്ഷ. ആ തലമുറ മുട്ടിട്ട് വളരുന്നത് ഈ നഴ്സറി സ്കൂളിൽ നിന്ന് തന്നെയാണ്. അമ്മയാണ് ഏറ്റവും വലിയ അധ്യാപകൻ, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ഗുരു അമ്മ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അതിന് വരുന്ന ആ ഒരു ശ്രമവും അധ്വാനവും നടത്തുന്നവർക്ക് അംഗീകാരം കൊടുക്കണ്ടേ? ഞാൻ എല്ലാത്തിനും ഒരു ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയല്ല. പക്ഷേ ഇങ്ങനത്തെ കുറേ മേഖലകൾ കുറേ കൂടി ഗൗരവതരമായി ചിന്ത അർഹിക്കുന്നു എന്ന് മാത്രമുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അതിനെപ്പറ്റി ഗൗരവതരമായ ചർച്ചകളുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.